ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടിമണികളെയൊക്കെ സ്കൂൾക്ക് വിട്ടിട്ട് ഇതാ നമ്മൾ കനാൽ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അട്ടപ്പാടിക്ക് ബസ് ഇങ്ങനെ എപ്പോൾ വരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്ന സമയത്താണെന്നല്ലോ മണ്ണാർക്കാട്ടേക്ക് ഇഷ്ടംപോലെ ബസ് പോകുന്നുണ്ട്. പക്ഷേ അട്ടപ്പാടിക്ക് ഒരൊറ്റ ബസ്സിനും കിട്ടാനില്ല കേട്ടോ. മക്കളൊക്കെ ഉണ്ടായ ശേഷം ഞാൻ ഈ അട്ടപ്പാടിക്ക് ഒറ്റയ്ക്കൊക്കെ പോകല് വളരെ കുറവാണ് കേട്ടോ. പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴും കുട്ടികളൊക്കെ ആയിട്ട് എന്താ പറയുക ഒതുങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര കച്ചറൊക്കെ ആയിട്ടായിരിക്കും. ഇന്നാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് സൈഡ് സീറ്റിലും കിട്ടി അങ്ങനെ ആസ്വദിച്ച് പോയിരുന്നു. ആയിട്ടൊരു മഴയും ഒരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചുരത്തുക്കളെ പോരുമ്പോൾ ഒരു മഴ ഇല്ലാന്നുണ്ടെങ്കിലും ഒരു തണുപ്പൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ എന്തിനാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. കുറെ ദിവസമായി നമ്മളെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് ഒരാൾ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ ഇന്ന് ആളെ കയ്യോടെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കൽക്കണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ മൊഞ്ചത്ത് നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുട്ടി ഓടിക്കേറിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ നമ്മൾ ഓടിക്കേറി നമ്മളെ കള്ളമല വീട്ടിൽ. വേറെ ആരില്ല കേട്ടോ, ഇപ്പാനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നാണ്. ഇപ്പൊ കുറെ ദിവസമായി വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നത്. ബസ്സിൽ ഒറ്റയ്ക്ക് കയറി വരാൻ വയ്യ പെണ്ണോ, ഇഞ്ചും കൂടി വാ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ പൊറാട്ടയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഒതുക്കലും പെറുക്കലും അടിക്കലും തുടക്കലൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഷടപടേ 2 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 3:30 ആകുമ്പോഴത്തേക്കും നമ്മളെ കുട്ടീസൊക്കെ വീട്ടിലെത്തും. അപ്പം അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. ഓരോ കൂട്ടാതെ ഞാൻ അട്ടപ്പാടിക്കെങ്ങാനും പോയിന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന് അതോടെ തീർന്നു. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി നേരെ വീട്ടിലേക്ക് വിട്ടുട്ടോ. ഒരു കടല വാങ്ങി തരുപ്പാന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ 4 കടല വാങ്ങി തന്നു. അത് പിന്നെ ഇപ്പോൾ വരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ശരി, ടാറ്റാ.